കണ്ണൂർ തലശ്ശേരിയിൽ ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ മരിച്ചു. തലശ്ശേരി കുടക്കളം സ്വദേശി വേലായുധനാണ് മരിച്ചത്. പറമ്പിൽ തേങ്ങ പറക്കാൻ പോയപ്പോൾ കിട്ടിയ വസ്തു തുറക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു സ്ഫോടനം. സ്റ്റീൽ ബോംബാണ് പൊട്ടിത്തെറിച്ചത്. വിവരങ്ങളുമായി വിക്ടർ ജോസഫ് ചേരുകയാണ്. വിക്ടർ, കണ്ണൂരിലെ ഈ ബോംബ് സ്ഫോടനം എന്നത് ഒരു തുടർക്കഥയായി മാറുകയാണ്. പോലീസ് നിഷ്ക്രിയമായി ഇരിക്കുന്നു എന്നത് തന്നെയല്ലേ ഉയർന്നു വരുന്ന വിമർശനം? എന്താണ് വേലായുധന് ശരിക്കും സംഭവിച്ചത്? ശ്രീജ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് 3 തവണയാണ് കണ്ണൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായത്. ഇന്ന് എരിഞ്ഞോളിൽ സംഭവിച്ചത് ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ പറക്കാൻ പോയപ്പോഴാണ് 80 വയസ്സ് പ്രായമുള്ള വേലായുധൻ ബോംബ് പൊട്ടി മരിച്ചത്. പറമ്പിൽ കിടക്കുന്ന വസ്തു എന്തെന്ന് തുറന്നു നോക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ഉഗ്രസ്ഫോടനം ഉണ്ടായത്. പോലീസ് ഉടനെ തന്നെ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ വേലായുധൻ്റെ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇൻക്വസ്റ്റിന് ശേഷം. ഇനി നാളെ ആയിരിക്കും അടക്ക് നടക്കുക. പക്ഷേ ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ സാധിക്കില്ല. കണ്ണൂരിൽ ബോംബ് നിർമ്മാണം ഇല്ല എന്ന് രാഷ്ട്രീയ പാർട്ടികൾ പലപ്പോഴായിട്ട് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ബോംബ് സ്ഫോടനത്തിൽ പങ്കില്ല, ഇത് ഞങ്ങളല്ല ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും, ഇവിടെ കൃത്യമായിട്ടുള്ള ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. ഇത് കൃത്യമായിട്ട് ഏതൊക്കെ ഭാഗങ്ങളിലാണ്, പ്രത്യേകിച്ച് പാനൂർ, ചൊക്ലി, അതോടൊപ്പം തന്നെ തലശ്ശേരി, എരിഞ്ഞോളി പറയുന്ന സ്ഥലങ്ങളിലൊക്കെയും ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പോലീസിന് വ്യക്തമായിട്ട് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടും പോകുന്നുണ്ട്. പക്ഷേ പോലീസ് ഒരിക്കലും ഇതിൽ പരിശോധന നടത്താനോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കണ്ടെത്താനോ ശ്രമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. പ്രത്യേകിച്ച് ഭരണകക്ഷിയെ പേടിച്ചിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങൾ മുകളിൽ നിന്ന് വരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പാനൂരിൽ 2015 ബോംബ് പൊട്ടി മരിച്ച 2 പേർക്ക് രക്തസാക്ഷി മണ്ഡപം പണിതിരുന്നു CPM. പക്ഷേ അവർ ആദ്യം മരിച്ചപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഞങ്ങളല്ല, ഇത് CPMൻ്റെ ആളുകളല്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് പാർട്ടി അവരെ രക്തസാക്ഷികളായിട്ട് അംഗീകരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഏപ്രിൽ 5-ന് പാനൂരിൽ ബോംബ് പൊട്ടി ഒരാൾ മരിച്ചിരുന്നു, ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം അത് ബോംബ് നിർമ്മിക്കുന്ന സമയത്താണ് അത്തരത്തിലൊരു സ്ഫോടനമുണ്ടായത്. അന്നും പാർട്ടി ഇതിനെ തള്ളിപ്പറഞ്ഞിരുന്നു. പക്ഷേ CPM അനുഭാവികളാണ്, CPM പ്രവർത്തകരാണ് ഇത് ബോംബ് നിർമ്മിച്ചതെന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. CPM RSS സംഘർഷം നിലനിൽക്കുന്ന മേഖലകളിലെല്ലാം തന്നെ ഈ ബോംബ് നിർമ്മാണം ഒരു കൃഷി പോലെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും തലശ്ശേരി ASP അടക്കമുള്ള സംഘം സംഭവ സ്ഥലത്തെത്തി ഇപ്പോൾ പോലീസ് വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീജ. ശരി വിക്ടർ. കണ്ണൂർ തലശ്ശേരിയിൽ ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ മരിച്ചു. തലശ്ശേരി സ്വദേശി വേലായുധനാണ് മരിച്ചത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിക്ടർ ജോസഫ്.